ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു. അങ്ങനെ ഇതാ നമ്മൾ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ആവാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് ചാമരാജ് നഗറിലുള്ള നിജഗുണ റിസോർട്ട്സ് എന്ന് പറയുന്നൊരു റിസോർട്ടിലാണ്. അപ്പോൾ നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. അടിപൊളി എന്ന് പറഞ്ഞാൽ കുട്ടിയെ കളിക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ്. നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും. നമുക്ക് കാർഡ് പാസ്സാവണ്ടേ, അപ്പോൾ ഇറങ്ങും. അതിനുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ പൂളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ രാത്രി നമ്മൾ വന്ന ടൈം കുറേ ലേറ്റായില്ലേ, 10 മണിയൊക്കെ ആയില്ല നമ്മൾ എത്തിയപ്പം. ആ ഒരു ടൈം ഇപ്പോൾ ക്ലോസ് ആയി. പിന്നെ ഇപ്പോൾ രാവിലെ നമുക്ക് അതിൽ കളിക്കാനുള്ളൊരു ടൈമും ഇല്ല. ഓളെ നിർബന്ധത്തിനാണ് പൂളുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയും അങ്ങോട്ട് നോക്ക്. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു റിസോർട്ട് തന്നെയാണ് കേട്ടോ ഈ നിജഗുണ എന്ന് പറയുന്നത്. രാത്രി നമ്മൾ വരുമ്പോൾ നല്ല ഇടിയും മഴയും കാറ്റും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ രാവിലെ ആയപ്പം അതിൻ്റെ യാതൊരു അംശം പോലുമില്ല. ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഗുണ്ടിൽപേട്ടിനടുത്തുള്ള ചാമരാജ് നഗറിലാണ് കേട്ടോ. ശരിക്കും ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ടൈമില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും. കാരണം നമുക്ക് സത്യമംഗലം ഫോറസ്റ്റിലാണല്ലോ ഒന്ന് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു റൂട്ടാണത്. എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊന്നും ഒരു പിടുത്തമില്ല. അതിനുമ്പോൾ ഇവിടുത്തെ റൈഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒക്കെ എന്തിലെങ്കിലുമൊക്കെ ഒന്ന് കയറണം. പക്ഷേ മഴ പെയ്തിട്ട് എല്ലാം അങ്ങനെ കുറച്ച് നനഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നിലും കയറണ്ടെന്ന് പറഞ്ഞാണ് അവളോട്. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒരു വീഡിയോ എടുക്കുക, അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇവിടെ നിന്ന് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവളെ കൂട്ടി കൊണ്ടുപോവാണ്. ദോശ പ്രതീക്ഷിച്ച് വന്ന എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും. ഇഡ്ഡലി നല്ല രസമുണ്ട് കേട്ടോ, പക്ഷേ സാമ്പാർ വലിയ ടേസ്റ്റ് ഇല്ല. അങ്ങനെ ഞാൻ എന്താന്ന് കൂടി അറിയാതെ ഈ മഞ്ഞ കളറിലെ ചോറ് രാവിലെ തന്നെ. പിന്നെ ഇത് നമ്മളെ നാട്ടിലത്തെ കേസരി ഇല്ലേ, റവൻ്റെ ഒരു പൊങ്കൽ എന്ന് പറയുന്നത് ഇതിനാന്ന് തോന്നുന്നുണ്ട്. ഒരു മുട്ട പൊയിഞ്ഞു അല്ല, അന്ന് നമ്മൾ എവിടെ നിന്നപ്പോൾ പൊങ്കൽ എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ. ഇതിൽ കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മുട്ട പൊഴിഞ്ഞ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ശാലു എങ്ങനെയുണ്ട്? ഞാനെടുത്തത് അബദ്ധമായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. ഞാൻ ഭാഗ്യത്തിന് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീക്ക്നെസ് ഉഴുന്നോടെ 2 എടുത്ത്, മറ്റേത് അവിടെ തേങ്ങാക്കുലയിലാണ്. അതിനുമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടല്ലോ ഇവിടുത്തെ ഫുഡ്. ഞാൻ പറഞ്ഞ അതിനുമ്മ നമുക്ക് ചാമരാജ് നഗറിലേക്ക് കെട്ടിക്കാതെ അല്ലേ അതിനുമ്മ? പക്ഷെ ഞാൻ കാണാൻ വരികയല്ല. പോവാടുത് ഇഷക്ക് കല്യാണം. അങ്ങനെ നമ്മളിത് അവിടുത്തെ പൂള് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അതിനും അത് കാണാതെ പോരൂലെന്ന് ഒരേ നിർബന്ധം. ഇതിൽ ഇന്നലെ രാത്രി വരാനോ നന്നായി, കാരണം ഇത് വലിയ പൂളാണ്. ഓക്കൊന്നും ഇതിൽ കളിക്കാൻ പറ്റൂല. ഓളൊരേ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്താണ് പൂളുള്ളടുത്ത് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. എടുക്കുമ്പോൾ ഷാലും മീനും ഒക്കെ കളിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴയൊക്കെ പെയ്ത് ആകെ മൊത്തം ഒന്ന് തണുത്ത പിന്നെ ഓരോ മൂടൊക്കെ പോയി. പിന്നെ എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒന്ന് വേഗം കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് മാത്രമായി. പക്ഷെ അതിനുമൊക്കെ അന്നപ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഏതായാലും വന്നപ്പോൾ നമ്മൾ നല്ല കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്
നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഷാലും മീനൊക്കെ ഏത് ആംഗിളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ചാമരാജനഗർ അറിയപ്പെടുന്നത് ഫോക്ക് ആർട്സിൻ്റെ ഒക്കെ നാട് എന്നാണ് കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സ്ഥലം എന്ന് പറയാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ അടുത്ത എവിടെയോ ഒരു ഡാമുണ്ട്. ആ ഒരു ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഫോണ് താഴെ വെക്കാനേ തോന്നിയില്ല. കംപ്ലീറ്റ് ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമതേ മോർണിംഗ് ടൈമാണ്. പിന്നെ ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട് മൊത്തത്തിൽ നല്ല ക്ലിയർ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയുള്ള ഒരു റൂട്ടാണ്. നമ്മളിനി ആദ്യമായിട്ട് പോവായതുകൊണ്ടാണോ നമുക്ക് ഇത്രയും ഭംഗി തോന്നുന്നതെന്നും അറിയില്ല. ഏതായാലും ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ റൂട്ടിന് പോകാമെന്ന് വിചാരിച്ചത്. അതെന്തായാലും വെറുതെ ആയില്ല. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് പറയൂ, എല്ലാവരും ഒരുമിച്ച് പറയൂ. ഡോറ പറയുമ്പോഴോ ഞങ്ങൾ വീരപ്പൻ്റെ കാട്ടിക്കാണെന്ന് പോകുന്നത്. സത്യമംഗലം ഇവിടുന്ന് എത്ര വീരപ്പൻ എനിക്കറിയാം. അതിലൊരു വീരപ്പൻ, ഏറ്റവും വലിയ വീരപ്പൻ്റെ കാട്ടിക്കാണ് നമ്മൾ പോകുന്നത്. പണ്ടൊക്കെ ആൾക്കാരൊക്കെ പോകാൻ ഭയങ്കര പേടിച്ചിന് റൂട്ടാണ്. അപ്പോൾ പിന്നെ വീരപ്പനൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു 63 കിലോമീറ്റർ ഉണ്ട് സത്യമംഗലത്തേക്ക്. അപ്പം നമുക്ക് പോണ വഴിക്ക് നല്ല വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോവാം. ആനനൊക്കെ കാണായിരിക്കും. ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ കണ്ട് ഭയങ്കര ഇമ്പ്രസ് ആയിട്ട് പോരുകയാണ് ഞങ്ങൾ അതിൽ പോകുമ്പോൾ ഒരു അണ്ണാക്കുട്ടനെ പോലും കാണായിരിക്കും. ഇന്ന് കാണുമെന്ന് നോക്കട്ടെ. ഇന്ന് അതിനുമാട്ടോ വ്ളോഗ് ചെയ്യുന്നത്. ലൈനുമ ഈ തൊപ്പി എവിടുന്ന് വാങ്ങിയ? ഏത് സൂല്? സൂ അല്ല, നാഷണൽ പാർക്ക്. അതിന്റെ പേരെന്തേനും? വെണ്ണാർഘട്ട നാഷണൽ പാർക്ക്. ഓക്കേ. വീരപ്പൻ്റെ കാട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് വീരപ്പനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോവാം. ഇപ്പോഴുള്ള കുട്ടിയൊക്കെ, അതായത് ഒരു 2010 ശേഷം ജനിച്ചിട്ടുള്ള കുട്ടിയൊക്കൊന്നും വീരപ്പനെ കുറിച്ച് ചോദിച്ചാൽ വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. കാരണം എൻ്റെ മോള് 2010 ജനിക്കുന്നത്. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ച് വീരപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അവൾ അറിയ പോലുമില്ല അങ്ങനെ ഒരാളെ. സ്കൂളിലൊക്കെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിലൊക്കെ ഒരു വീരപ്പൻ എന്തായാലും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു അറിവ് മാത്രമാണ് വീരപ്പനെ കുറിച്ച് ഓർക്കൊക്കെ ഉള്ളത്. പക്ഷേ എൻ്റെയൊക്കെ ഒരു ജനറേഷൻ, ഞാൻ 1992 ജനിക്കുന്നത്. ആ ഒരു ജനറേഷനിലും 1980 ജനിച്ച ആൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന പേരാണ് വീരപ്പൻ എന്നുള്ളത്. കർണാടകയിലുള്ള ഗോപിനാഥ് എന്ന് പറയുന്ന ചെറിയൊരു വില്ലേജിലാണ് 1952 ജനുവരി 18 വീരപ്പൻ ജനിക്കുന്നത്. വീരപ്പൻ്റെ ശരിക്കുള്ള പേര് കൂസ് മുനിസ്വാമി വീരപ്പൻ എന്നാണ് കേട്ടോ. ഏകദേശം ഒരു 10-12 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ വീരപ്പൻ തോക്ക് ഉപയോഗിക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് ചാടുന്ന കുരങ്ങനെ ആകാശത്ത് വെച്ചിട്ട് തന്നെ വെടിവെച്ചിട്ടാണ് വീരപ്പൻ തൻ്റെ കഴിവ് തെളിയിച്ചുള്ളത്. അങ്ങനെ 18ാമത്തെ വയസ്സിൽ ഒരു കാട്ടുപന്നിയെ വെടിവെച്ചതിൻ്റെ പേരിൽ ആദ്യമായിട്ട് വീരപ്പൻ്റെ പേരിൽ ഒരു പോലീസ് കേസ് വരികയാണ്. വീരപ്പനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ ആ ഗ്രാമത്തിലേക്ക് വരുമ്പം അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വീരപ്പൻ കാട്ടിലേക്ക് ഓടിക്കയറുന്നത്. അതിനു മുമ്പേ കാട്ടിൽ പോയിട്ട് ഒരുപാട് നിൽക്കുകയും അവിടെയൊക്കെ നടക്കുകയും ചെയ്തിട്ട് വീരപ്പന് കാടിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു. അന്ന് പോലീസുകാർക്ക് കാട്ടിൽ നിന്ന് വീരപ്പനെ കിട്ടിയില്ല. അവർ തിരിച്ചു വന്ന് അവിടുന്ന് അങ്ങോട്ട് പിന്നെ വീരപ്പൻ്റെ വളർച്ചയാണ്. വീരപ്പൻ കാട്ടുകള്ളനായിട്ട് വളരുകയാണ്. ആനയെ വേട്ടയാടിയിട്ട് ആനക്കൊമ്പ് മുറിച്ചെടുക്കുക, അതേപോലെ ചന്ദനത്തടി കടത്തുക, ഇതൊക്കെയായിരുന്നു വീരപ്പൻ്റെ പരിപാടികൾ. അങ്ങനെ കർണാടക ഗവൺമെൻറ്റിനും തമിഴ്നാട് ഗവൺമെൻറ്റിനും മൊത്തത്തിലൊരു തലവേദനയായിരുന്നു വീരപ്പന്. അന്ന് ദാവൂദ് ഇബ്രാഹിം കഴിഞ്ഞാൽ ഏറ്റവും അധികം തലയ്ക്ക് വിലയുള്ള ആൾ വീരപ്പനായിരുന്നു. 5 കോടി രൂപയായിരുന്നു ഗവൺമെൻറ് വീരപ്പൻ്റെ തലയ്ക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ച പൈസ കേട്ടോ. പക്ഷേ ആകെ ഒരൊറ്റ പ്രാവശ്യമാണ് കേട്ടോ വീരപ്പനെ പോലീസ് പിടിയിലാകുന്നത്. അത് തന്നെ കാട്ടിൽ വെച്ചിട്ടല്ല, കാടിറങ്ങി നാട്ടിലേക്ക് വന്നപ്പം ആൾ ബാംഗ്ലൂർ എന്തോ ആയുധങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. അവിടെ വെച്ചിട്ട് ആയുധങ്ങൾ വാങ്ങിക്കാൻ വന്ന ഏജൻറ്റുമായിട്ട് വാക്കുതർക്കത്തിലായി. അയാൾ ഒറ്റ കൊടുത്താണെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ ബാംഗ്ലൂരിൽ സാർക്ക് ഉച്ചകോടി നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് പോലീസിൻ്റെ പിടിയിലായി. പക്ഷേ രാത്രിക്ക് രാത്രി തന്നെ ആൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട് പോരുകയും ചെയ്തിട്ടുണ്ട്. കന്നഡ ഇതിഹാസ താരം രാജ്കുമാറിനെയൊക്കെ പിടിച്ചുകൊണ്ടുപോയിട്ട് 108 ദിവസത്തോളം വീരപ്പന് കാട്ടിൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എത്രയോ കോടി രൂപ മോചനദ്രവ്യമായിട്ടൊക്കെ കൊടുത്തിട്ടാണ് കർണാടക ഗവൺമെൻറ് രാജ്കുമാറിനെ അവിടുന്ന് മോചിപ്പിച്ച് കൊണ്ടുവന്നുള്ളത്.
അങ്ങനെ 2004 ഒക്ടോബർ 18 തമിഴ്നാട്ടിലുള്ള ധർമ്മപുരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് തൻ്റെ 36ാമത്തെ വയസ്സിൽ വീരപ്പൻ കൊല്ലപ്പെടുകയാണ് കേട്ടോ. STF കമാൻഡോസിൻ്റെ ഒരു എൻകൗണ്ടറിലാണ് ആൾ മരണപ്പെടുന്നത്. അങ്ങനെ വീരപ്പൻ എന്ന് പറയുന്ന ആ ഒരു വലിയ അധ്യായം അവിടെ അവസാനിച്ച്. വീരപ്പൻ്റെ മരണത്തിനെ കുറിച്ച് ഇന്നും ഒരുപാട് ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഗവൺമെൻറ്റിന് ഒരു തലവേദന ആയിരുന്നെങ്കിലും വീരപ്പൻ നാട്ടുകാരുടെ ഇടയിൽ വലിയൊരു ഹീറോ തന്നെ ആയിരുന്നു കേട്ടോ. ഇതെന്തൂര്? സത്യമംഗലം. വടവല്ലി. നമ്മളെ നാട്ടിലത്തെ ആട്ടുകാൽ കിഴങ്ങാണ് കേട്ടോ. പന്നിമശി എന്നൊക്കെ പറയൂലേ. എവ്വളോ നാവൽ? എവ്വളോ? 100? ഓക്കെ, ഒരു 50 റുപ്പീസ്ക്ക് നാവൽ. റംബുട്ടാൻ 150 രൂപ 1/4 കിലോ. മാങ്ങ കിലോ 100 രൂപ. ഓക്കെ, അങ്ങനെ നമ്മൾ ഞാവൽ വാങ്ങി. ഞാവൽ എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊക്കെ ചെറുതാകുമ്പോഴേ, എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ആങ്ങളമാര് നമ്മളവിടെ ഇങ്ങനെ മലയും കാടൊക്കെ ഉണ്ട്. ഇപ്പം അതൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇത്ര വലിപ്പം ഉണ്ടാവില്ല, കുഞ്ഞിനാവല് കൊമ്പോടെ ഇങ്ങനെ പൊട്ടിക്കൊണ്ട്. അന്ന് മുതലേ ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഞാവല്, ചളിങ്ങ, നമ്മളെ ലൗലോലിക്കല്ലേ അതൊക്കെ. ഇപ്പം ഒന്നും കാട്ടിന്ന് കിട്ടാനില്ല. അപ്പം ഇങ്ങനെ പോകുമ്പോൾ കാണും, വാങ്ങും, തിന്നും. കാടിനെയും നാടിനൊന്നും കണ്ടറിഞ്ഞ് വളരാത്തവർക്ക് അങ്ങനെ പലതും തോന്നും. പക്ഷെ ഞങ്ങളൊക്കെ അങ്ങനല്ല. ഗ്ലാസ് പോലെ താത്തിയില്ല. നിന്നോ ആ ഗ്ലാസ് സത്യമംഗലം ഫോറസ്റ്റും ദിമ്പം ചുരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ കോയമ്പത്തൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാളൻ്റെ ടീം പോർച്ചുഗലാണെന്ന് തോന്നുന്നുണ്ട്. കൊമ്പിനൊക്കെ പോർച്ചുഗലിൻ്റെ ഫ്ലാഗിൻ്റെ കളറാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. ഈ ദിമ്പം ചുരം വഴിയുള്ള ട്രാവൽ എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ഇത്രയും കാലം ട്രാവൽ ചെയ്തതിൽ നമ്മൾ ഒരുപാട് ചുരത്തിലൂടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നല്ല രസമായിട്ട് തോന്നിയത് ദിമ്പം ചുരം വഴിയുള്ളതാണ്. ചെറിയൊരു ചുരമാണ്, ആകെ 14 കിലോമീറ്ററോ അങ്ങനെ എന്തോ ഉള്ളൂ. 27 ഹെയർ പിൻ ബെൻഡ് ഉണ്ട്. പക്ഷേ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളത് ഇറങ്ങി വരുന്നത്. ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു കേട്ടോ. കാടും മലയൊക്കെ കഴിഞ്ഞ് നമ്മളിത് അങ്ങനെ ടൗണ് കണ്ടു തുടങ്ങുകയാണ് കേട്ടോ. നമ്മൾ കറക്റ്റ് കോയമ്പത്തൂർ ടച്ച് ചെയ്യൂല. കോയമ്പത്തൂർ ഇവിടെ നിന്ന് തിരിഞ്ഞ് വേറൊരു റോഡിനാണ് പോകാനുള്ളത്. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കോയമ്പത്തൂർ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് കാണാമെന്നൊക്കെയായിരുന്നു. പക്ഷേ നമ്മൾ ടൗണിലെത്തിയപ്പം നമ്മളെ തീരുമാനം ചെറുതായിട്ടൊന്ന് മാറ്റി. നമുക്ക് നേരെ പാലക്കാടിന് പോകാം. പാലക്കാട് പോയിട്ട് അവിടെ നമ്മൾ കാണാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. പോകുന്ന വഴിക്ക് നമ്മൾ ഇളനീര് കണ്ടപ്പം അവിടെ ഇറങ്ങി കുടിക്കുകയാണ്. ഇത് കണ്ടാൽ തന്നെ നമുക്കൊരു ക്ഷീണമാണ്. ഇതങ്ങോട്ട് കുടിച്ചാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അത് വേണമെങ്കിലും ശരി വേണ്ടെങ്കിലും ശരി. അവിടെയൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. നമുക്ക് വേറെ ഫുഡൊന്നും കൊണ്ട് കഴിക്കാൻ തോന്നുകയില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണല്ലോ. നമ്മൾ വയറ് നിറഞ്ഞ് നിൽക്കുകയും ചെയ്യും. നമുക്ക് നമ്മളെ ക്ഷീണമൊന്നും മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കണ്ടില്ല. ഇപ്പുറ സൈഡിലേ നിൽക്കും. ഇനിയിപ്പോൾ ആ നൊങ്ക് വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വയറ്റിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. ഒരു ഇഞ്ച് സ്ഥലം ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് വാങ്ങി കഴിക്കാനും. പിന്നെ അതാ ചെറിയ ടൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നാഷണൽ ഹൈവേയിൽ കയറുകയാണ്. സമയം ഉച്ചയായിട്ടുണ്ട്. പക്ഷെ ആർക്കും ചോറ് വേണ്ട. എല്ലാവർക്കും ഇനി കേരളത്തിലെത്തിയിട്ട് മതി ചോറ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പാലക്കാട് എത്തിയിട്ട് നല്ലൊരു ചോറും കറിയും കഴിക്കണം. അതാണ് ഇപ്പം എല്ലാവരെയും പ്ലാനിങ് എന്ന് പറയുന്നത്. അവിടെ എത്തുമ്പം ലഞ്ചിൻ്റെ ടൈമൊക്കെ കഴിയുമോ, നമുക്ക് കിട്ടുമോയെന്നൊന്നും ഓർമ്മയില്ല. എന്തായാലും നമ്മളൊക്കെ അതുവരെ ക്ഷമിച്ചിരിക്കാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ
പിന്നെ അതാ നമ്മൾ കേരളത്തിൻ്റെ ബോർഡറിലെത്തി നമ്മളെ സ്വന്തം നാടിൻ്റെ ഗന്ധം. അപ്പം ഇതാണ് കേട്ടോ വളരെ ഫേമസ് ആയിട്ടുള്ള വാളയാർ ചെക്ക് പോസ്റ്റ്. നമ്മൾ ഒരുപാട് ന്യൂസിലും മൂവീസിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഇത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പാലക്കാട് എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഈ വീഡിയോ നമ്മളെ വീരപ്പൻ്റെ സ്റ്റോറിയും വീരപ്പൻ്റെ കാർഡും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.